തിരുവനന്തപുരം കണ്ടല സർവീസ് സഹകരണ ബാങ്ക് അഴിമതി കേസിൽ മുൻ പ്രസിഡന്റ് എൻ ഭാസുരാംഗന് മുൻകൂർ ജാമ്യമില്ല. ഭാസുരാംഗന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? സംസ്ഥാനം ഏറെ ചർച്ച ചെയ്ത ഒരു തട്ടിപ്പാണ് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ്. അതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം അന്വേഷണം നടത്തിയിരുന്നു. മുൻ പ്രസിഡന്റായിരുന്ന എൻ ഭാസുരാംഗനെ ജയിലിലും കിടന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിലാണ് ഭാസുരാംഗൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ അപേക്ഷയാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കോടതി. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.